ഹായ് ഫ്രണ്ട്സ്, മഴത്തോര മുമ്പേ സീരിയലിന് വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബബിതയും രോഹിത്തും തിരിച്ച് കടപ്പാട്ടൂർ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അവസാനം ഇവർക്ക് മുമ്പിൽ തോറ്റു തുന്നം പാടിയാണ് കേട്ടോ അവർ വരുന്നതും. അവരുടെ രണ്ടുപേരുടെയും സ്വഭാവം വെച്ചിട്ട് അവർക്ക് അധികം നാളൊന്നും അവിടെ നിൽക്കേണ്ടി വരില്ല എന്നുള്ളത് ബാലചന്ദ്രൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ബാലചന്ദ്രൻ അവരെ കൂടുതലും ഫോഴ്സ് ചെയ്യാഞ്ഞതും. എന്തായാലും കമലയുടെയും അതുപോലെ തന്നെ ഹരിയുടെയൊക്കെ ശരിക്കുള്ള സ്വഭാവങ്ങളൊക്കെ മനസ്സിലായപ്പോൾ ബബിത പിടിച്ചു പിടിയാൽ തന്നെ രോഹിത്തിനും കൂട്ടിയിട്ട് കടപ്പാട്ടൂർ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അതേസമയത്ത് രാജീവനും ശിവനും തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവനെ കടപ്പാട്ടൂർ വീട്ടിലെത്തിക്കണം എന്നുള്ളത് അവരും തീരുമാനിച്ച കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല. ബബിത വന്ന് അവരോട് ഇങ്ങനെയുള്ള ആവശ്യം പറയുമ്പോഴേക്കും അവരും അതിനെ സമ്മതിക്കാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ രാജീവും ശിവനും അവരെയും കൂട്ടി കടപ്പാട്ടൂർ വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് അവിടെ അലീന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാലചന്ദ്രനും കൃഷ്ണമോളും കൂടെ നമ്മുടെ വൈജിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. ആ ഒരു സമയത്താണ് അവർ വരുന്നതും. ഹരി ഇടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടാണല്ലോ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരേണ്ടി വന്നത്. അമ്മയുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഇവളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കായിരുന്നു. ഇപ്പോൾ ഇവള് പറയുന്നതൊക്കെ അനുസരിച്ച് ഇവളുടെ അധികാരത്തിൽ ഇവിടെ കഴിയേണ്ടി വരണമല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്തയിലാണ് കേട്ടോ ബബിതയും രോഹിത്തും ഒക്കെ. ആ ഒരു ദേഷ്യമൊക്കെ ഇവര് അലീനയോട് കാണിക്കുന്നുമുണ്ട്. എന്നാൽ വൈജാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ഈ വീട്ടിലോട്ട് വരില്ല എന്ന് തന്നെ പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ്. എന്തായാലും അലീനയുള്ള വീട്ടിലോട്ട് ഞാനില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ കൊല്ലപ്പള്ളിയിലോട്ട് ഞാൻ വരുന്നില്ല. എനിക്ക് ജോലിയുണ്ടല്ലോ, എനിക്ക് ശമ്പളവും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വേറൊരു ഫ്ലാറ്റോ വീടോ വാടകയ്ക്ക് എടുത്ത് എൻ്റെ കുട്ടികളെയും കൂട്ടി ഞാൻ അങ്ങോട്ടേക്ക് താമസമാക്കിക്കോളാം എന്നാണ് വൈജ പറയുന്നത് കേട്ടോ. ആ ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ വൈജ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനും കൃഷ്ണമോളും ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ രാജീവനെയും ശിവനെയൊക്കെ കാണുകയാണ്, അവരോട് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും ഹോസ്പിറ്റലിലെ ബില്ലെല്ലാം കൂടെ ശിവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത് നിങ്ങൾ തന്നെ റീഫണ്ട് ചെയ്ത് തരണമെന്ന് പറയുക. അപ്പോൾ അതിൻ്റെ എന്താവശ്യമാണ് ഞങ്ങൾക്കുള്ള, നീ നിൻ്റെ ഭാര്യയെ ചികിത്സിച്ച പൈസ ഞങ്ങൾ എന്തിനാ കൊടുത്തതെന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ എന്തായാലും അവൾ എൻ്റെ ഭാര്യയല്ല, ശരീരം കൊണ്ടും മനസ്സും കൊണ്ടും അവൾ എന്നെ ഉപേക്ഷിച്ചിട്ടാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പോയത്. അവൾ ഇനി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഇങ്ങോട്ടേക്കാണ് വരുന്നതെങ്കിൽ മാത്രമേ ഈ ബില്ലൊക്കെ ഞാൻ അടയ്ക്കേണ്ടതായിട്ടുള്ളൂ. നേരെ മറിച്ച് അവൾ കൊല്ലപ്പള്ളിയിലോട്ടോ അല്ലെങ്കിൽ വേറെ വീടെടുത്ത് അങ്ങോട്ടേക്കോ താമസം മാറി പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ബില്ലൊന്നും ഞാൻ അടയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നെ ഉപേക്ഷിച്ച് പോയ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ വെറുതെ എന്തിനാ ലക്ഷക്കണക്കിന് പൈസ ചിലവാക്കുന്നേ എന്നൊക്കെയുള്ള രീതിയിൽ ബാലചന്ദ്രൻ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ രാജീവനും ശിവനും ഒക്കെ കൂടിയിട്ട് ബാലചന്ദ്രൻ്റെ മുമ്പിൽ വേറെ മറുത്തൊന്നും പറയാൻ പറ്റാതെ നിൽക്കുകയാണ്. അവസാനം അവർ പറയുന്നുണ്ട്, എന്തായാലും വൈജി ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരും, അത് ഞങ്ങളുടെ ഉറപ്പാണ്. വൈജി ഈ വീട്ടിലേക്ക് തന്നെ മടങ്ങി വന്ന് നിന്റെ ഭാര്യയായിട്ട് നിന്റെ മക്കളുടെ അമ്മയായിട്ട് ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നൊക്കെ അവർ ഉറപ്പ് പറയുകയാണ് ബാലചന്ദ്രനോട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ മനുവും വരികയാണ് കേട്ടോ. മനു വരുമ്പോൾ തന്നെ അലീന നേരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നല്ല ഫിഷ് മേടിച്ചുകൊണ്ട് വരണമെന്ന്. തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും മനു അത് സീരിയസ് ആയിട്ട് തന്നെ എടുത്തു കേട്ടോ. മനു അലീന പറഞ്ഞ കടയിൽ പോയിട്ട് ഫിഷ് മേടിച്ചുകൊണ്ട് വന്ന് അലീനയുടെ കൊടുക്കുകയാണ്. ഇപ്പോൾ തന്നെ അലീനയും മനുവിനെ അലീനയും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. അവർ തമ്മിലുള്ള ആ ഒരു ഇഷ്ടമൊക്കെ ഇവർ രണ്ടുപേരും പരസ്പരം പറയാതെ തന്നെ അനുഭവിച്ചറിയുകയാണ്. അത് കഴിഞ്ഞിട്ട് മനു നേരെ ഹാളിലേക്കൊക്കെ ചെല്ലുന്നുണ്ട്. അച്ഛനോടും കൊച്ചച്ഛനോടും അതുപോലെ ബാലചന്ദ്രൻ അങ്കിളിനോടും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് തന്നെ കൃഷ്ണമോളും അലീനയും കൂടിയിട്ട് ഉച്ചക്കത്തേക്കുള്ള ലഞ്ചൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ലഞ്ചൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് രാജീവനും ശിവനും ഒക്കെ പോകാനുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ബബിത രോഹിത്തിനെ നന്നായിട്ട് ഒന്നും കൂടെ ഉപദേശിച്ച് ബാലചന്ദ്രനും വൈജ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരും, അവളെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെ വരുത്തിയിരിക്കും എന്നുള്ള ഉറപ്പൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. വൈജയോടും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ അവളുടെ ഇഷ്ടത്തിന് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നേരെ അവർ വൈജയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇവരോട് എല്ലാവരുടെയും യാത്ര പറഞ്ഞിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലിൽ ചെന്ന് സംസാരിക്കുന്ന സമയത്തും വൈജ ഒട്ടും തന്നെ അടുക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ പേരിൽ ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും അയാളുമായിട്ട് ഞാൻ ഒരുമിച്ച് ജീവിക്കില്ല. അലീനയുള്ള വീട്ടിലേക്ക് ഞാൻ പോകത്തില്ല. എനിക്ക് ജീവനുണ്ടെങ്കിൽ അയാളുടെ കൂടെ, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അവൾ ഇരിക്കുന്നിടത്ത് ഞാൻ നിൽക്കില്ല എന്നൊക്കെ തന്നെ നമ്മുടെ വൈജ ഭയങ്കര വാശിയിൽ നിൽക്കുകയാണ് കേട്ടോ. അവസാനം വൈജയുടെ അടുത്ത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ ഇവർ ഈ ബില്ലെല്ലാം കൂടിയിട്ട് വൈജനെ തന്നെ ഏൽപ്പിക്കുകയാണ്. ഇതൊക്കെ നിന്റെ ഭർത്താവായ ബാലചന്ദ്രൻ ഞങ്ങളോട് അടയ്ക്കാൻ പറഞ്ഞതാ. അയാളുടെ ഭാര്യയായിട്ട് നീ തിരിച്ച് വീട്ടിലേക്ക് ചെന്നാൽ മാത്രമേ അയാൾ ഈ ബില്ലൊക്കെ അടയ്ക്കുകയുള്ളൂ എന്ന്. ഇനി നീ അയാളോടുള്ള വാശിപ്പുറത്ത് അയാളുടെ വീട്ടിലേക്ക് പോകാതിരിക്കുകയോ അയാളുടെ ഭാര്യയായിട്ട് ജീവിക്കാതിരിക്കുകയോ കൊല്ലപ്പള്ളിയിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീട് വാടകയ്ക്ക് എടുത്ത് അങ്ങോട്ടേക്കോ താമസം മാറിയിട്ടുണ്ടെങ്കിൽ ഈ ക്യാഷ് മുഴുവൻ അയാൾക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ അയാളുടെ ഒപ്പം നിൽക്കുന്നത്. നീ എന്തിനാ എങ്ങനെ വാശി പിടിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ ഭാഗത്തും ഇങ്ങനൊരു തെറ്റുണ്ടെന്നുള്ളത് നീ മനസ്സിലാക്കിയിട്ട് ഈ സമയത്ത് നീ ഒന്ന് സംയമനം പാലിച്ച് പോകേണ്ടതല്ലേ വൈജയെ? എന്തിനാ നീ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നത്? നീ ഒന്ന് താഴ്ന്നു പോകാൻ നോക്കുന്നൊക്കെ അവർ മാക്സിമം പറയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ.
എങ്കിലും നമ്മുടെ വൈജ ഈ കേട്ട കാര്യങ്ങളെല്ലാം ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ വിടുകയാണ്. ഒന്നും തന്നെ കേൾക്കുന്നില്ല കേട്ടോ. വൈജ അവസാനം പറയുന്നുണ്ട്, ഇല്ല ശിവേട്ടാ, ഇനി എനിക്ക് ഇതിൻ്റെ പേരും പറഞ്ഞ് മരിക്കേണ്ടി വന്നാലും ഞാൻ ഒരിക്കലും ഇനി അയാളുടെ കൂടെ ജീവിക്കില്ല. ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി കഴിയുമ്പോഴേക്കും ഈ പൈസ മുഴുവൻ അയാൾക്ക് ഞാൻ തന്നെ റീഫണ്ട് ചെയ്ത് കൊടുത്തോളാം. അതുപോലെ ഇനി ഈ ബന്ധം മുന്നോട്ട് പോകുന്നതിൽ ഒരർത്ഥവും ഇല്ല. ഇവിടുന്ന് ഇറങ്ങിയാൽ ഉടനെ തന്നെ ഞാൻ ഡിവോഴ്സിന് മൂവ് ചെയ്യും. ഇനി അയാളുമായിട്ട് ഒത്തുപോകാൻ എനിക്ക് ആവില്ല. ഇനിയിപ്പോൾ എനിക്ക് ഇതുപോലെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് അയാൾ അറിഞ്ഞാലും അപ്പോഴും ഞാൻ ഇത് തന്നെയല്ലേ ചെയ്യേണ്ടത്. ഇനി അയാൾ സത്യങ്ങൾ അറിഞ്ഞാൽ പോലും എനിക്ക് അയാളുടെ കൂടെ മുന്നോട്ട് ജീവിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് എന്തിനാ അത്രയും നാൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്? ഞാൻ ഇപ്പം തന്നെ അയാളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചോളാം. എനിക്കിനി അങ്ങനെ ഒരു ഭർത്താവില്ലാന്ന് ഞാൻ വിശ്വസിച്ചോളാം. എൻ്റെ കൂടെ എൻ്റെ മക്കളുണ്ട്, ബബിതയും രോഹിത്തും. അവരെയും കൂട്ടി ഞാൻ വേറെ വീട്ടിൽ വാടകയ്ക്ക് പോയി താമസിച്ചോളാം. എന്തായാലും എനിക്കൊരു ജോലി ഉണ്ടല്ലോ. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വരില്ല. എൻ്റെ കാര്യം പറഞ്ഞ് ഇനി നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതുപോലെ നിങ്ങൾക്ക് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ വൈജ പിടിച്ച് പിടിയാലെ നിൽക്കുകയാണ് കേട്ടോ. ഒരു ശകലം പോലും വിട്ടുവീഴ്ച ചെയ്യാൻ വൈജ ഒട്ടും തന്നെ തയ്യാറാകുന്നില്ല. അവസാനം ഈ ബില്ലെല്ലാം കൂടെ ഏൽപ്പിച്ചിട്ട്, ഇനിയിപ്പോൾ നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഈ ഒരു പ്രശ്നത്തിൽ ഞങ്ങൾ എന്തായാലും തലയിടുന്നില്ല. നിന്നോട് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. നിന്റെ അഹങ്കാരവും ധിക്കാരവും കൊണ്ട് ഇതൊക്കെ വലിയ നാശത്തിലേക്കാണ് പോകുന്നത്. അത് നിനക്ക് മനസ്സിലാകാൻ, നീ തോൽവിയുടെ പടുകുഴിയിലോട്ടാണ് വീഴാൻ പോകുന്നത്. അത് മനസ്സിലാക്കാതെ നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വൈജോട് കുറേ ദേഷ്യപ്പെട്ടിട്ട് അവരുടെ വഴിക്ക് പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ വൈജോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വൈജയുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കാനെന്ന് പറഞ്ഞ് ബബിതയും രോഹിതും ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്തൊക്കെ വേറെ വീട്ടിലോട്ട് മാറുന്ന കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇവർ പോകുന്നത്. അലീനയാണ് ഇപ്പോൾ അവിടുത്തെ അടുക്കള ഭരണം മുഴുവൻ. അവൾ പറഞ്ഞതിനപ്പുറം ആ വീട്ടിലിപ്പോൾ ഒന്നുമില്ല. അച്ഛൻ പൂർണ്ണമായിട്ടും അവളുടെ അടിമയായി കഴിഞ്ഞു. അലീന പറയുന്നതിൽ ഇപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ഇപ്പം അച്ഛന്. ഞങ്ങളൊന്നും അച്ഛൻ്റെ മക്കളെ അല്ലാത്ത രീതിയിൽ അച്ഛൻ ഞങ്ങളോട് പെരുമാറുന്നത്. ഇനി ഞാൻ വീട്ടിൽ നിൽക്കാനാവില്ല അമ്മേ. അമ്മ ഡിസ്ചാർജായി വന്ന ഉടനെ തന്നെ നമുക്ക് വേറെ വീട്ടിലോട്ട് താമസം മാറണം. ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കും ആവില്ല. ഇപ്പം അങ്കിളുമാരും കൂറുമാറിയെന്നേ. എല്ലാവരും ഇപ്പോൾ അച്ഛൻ്റെയും അലീനയുടെയും കൂടെയാണ് നിൽക്കുന്നത്. ഇവർക്കൊക്കെ ഇത് എന്താ പറ്റിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അമ്മേ. ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഞങ്ങൾ അമ്മയുടെ കൂടെ നിൽക്കുകയുള്ളൂ. ആ അലീന എന്ന് പറയുന്നവളെ ഇപ്പം ഞങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അത്രയ്ക്ക് അവളോട് ദേഷ്യമുണ്ട്. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അവളെന്തിനാ ഇടപെടാൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യത്തിൽ തന്നെ അവർ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈജ പറയുന്നുണ്ട്, നിങ്ങളിനി കുറച്ച് ദിവസം കൂടെ നിന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ നമ്മൾ വേറെ വീട്ടിലോട്ടായിരിക്കും താമസം പോകുന്നത്. അലീനയുള്ള ആ വീട്ടിലോട്ട് ഞാൻ ഒരിക്കലും തിരിച്ചു ചെല്ലില്ല. അത് ഞാൻ അയാളോടും എൻ്റെ ആങ്ങളമാരോടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ വീട് നോക്കി അങ്ങോട്ടേക്ക് താമസം പോകാം. എനിക്കിപ്പോൾ ഒരു ജോലി ഉണ്ടല്ലോ, അതും വെച്ച് എങ്ങനെയാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ അവിടെ കൂടാം. ആരുടെ ഔദാര്യത്തിൽ നമ്മൾ അവിടെ കടിച്ചു തൂങ്ങി കിടക്കേണ്ടി വരില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തന്നെ വൈജ മക്കളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ വൈജ ഡിസ്ചാർജ് ആയിട്ട് നേരെ പോകുന്നത് കൊല്ലപ്പള്ളി വീട്ടിലേക്കോ അല്ലെങ്കിൽ കടപ്പാട്ടൂർ വീട്ടിലേക്കോ അല്ലട്ടോ പോകുന്നത്. അതിന് മുമ്പായിട്ട് തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്ത് അങ്ങോട്ടേക്ക് താമസം മാറുകയാണ് വൈജയും ബബിതയും രോഹിത്തും ഒക്കെ. അങ്ങനെ ആ ഒരു കുടുംബം ഇപ്പം ഭിന്നിച്ച് രണ്ടായിട്ട് ജീവിക്കാനുണ്ടോ. കടപ്പാട്ടൂർ വീട്ടിൽ ബാലചന്ദ്രനും അലീനയും കൃഷ്ണമോളും, അതുപോലെ തന്നെ വാടകയ്ക്കെടുത്ത വീട്ടിൽ വൈജയും ബബിതയും രോഹിതും കൂടി താമസിക്കുകയാണ്. ഈ ഒരു വാർത്ത അറിഞ്ഞ് നമ്മുടെ രാജീവനും ശിവനും ഗംഗാധരനും ഒക്കെ വൈജയോട് സംസാരിക്കുന്നുണ്ടെങ്കിലും വൈജ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല കേട്ടോ. വൈജയുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ബാലചന്ദ്രനും ഒട്ടും തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. അലീന ഇനി എങ്ങോട്ടേക്കും തന്നെ പറഞ്ഞു വിടാനാവില്ല. അലീന ഇനി കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത് വരെ അലീന എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കും. അലീന ഈ വീട്ടിൽ തന്നെ കാണും, എങ്ങോട്ടും പോവില്ല. ഈ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. അല്ലാത്തവർ എവിടെയാണെന്ന് വെച്ചാൽ താമസിച്ചോട്ടെ, എനിക്കതിലൊന്നും ഒരു പ്രശ്നമില്ലാന്ന് തന്നെ ഒരു മനസാക്ഷിയും കാണിക്കാതെയാണ് ബാലചന്ദ്രനും സംസാരിക്കുന്നത്. എന്നാൽ നമ്മുടെ അലീനയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് വിഷമമാവുന്നുണ്ട് കേട്ടോ. അലീനയ്ക്ക് എങ്ങനെയാണെങ്കിലും അമ്മയും ബാലചന്ദ്രനും അതുപോലെ തന്നെ തൻ്റെ കൂടപ്പറപ്പുകളും എല്ലാം ഒന്നിച്ച് സന്തോഷത്തോടെ ഒരു വീട്ടിൽ കഴിയണമെന്നാണ് ആഗ്രഹം. എന്നാൽ വൈജ ഈ സത്യങ്ങളൊന്നും അറിയരുതെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ സത്യങ്ങളൊന്നും അറിയിക്കാനും പറ്റുന്നില്ല. അമ്മയുടെ വാശി തൊട്ട് തീർക്കാനും പറ്റുന്നില്ല. അമ്മ പിടിച്ച പിടി തന്നെ നിൽക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ അലീനയും. അങ്ങനെ വൈജയുടെ ഈ മണ്ടത്തരങ്ങളൊക്കെ കണ്ടിട്ട് രാജീവനും ശിവനും ഗംഗാധരനും ഒക്കെ കോൺഫറൻസ് കോളിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്യാനാ, അവൾ ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു വെച്ചുകൊണ്ടിരിക്കുകയല്ലേ. എത്ര പറഞ്ഞാലും അവൾ ഒന്നും തന്നെ അനുസരിക്കാൻ പോകുന്നില്ല. അവളോട് പറഞ്ഞു ഞങ്ങളും മടുത്തു എന്നൊക്കെ രാജീവൻ പറയുകയാണ്. ശിവനും പറയുന്നുണ്ട്, അതേ ഗംഗേട്ട, ഞങ്ങൾ അവളോട് ഒരുപാട് പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് വരുന്നതിന് മുമ്പ് തന്നെ ഹോസ്പിറ്റലിൽ പോയി അവളോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചതാണ്. ഒരു വിട്ടുവീഴ്ച ചെയ്ത് കടപ്പാട്ടൊരു വീട്ടിലേക്ക് തന്നെ പോകണമെന്നും അയാളൊത്ത് അയാളുടെ ഭാര്യയായിട്ട് ഇനിയുള്ള കാലം ജീവിക്കണമെന്നൊക്കെ ഞങ്ങൾ പറയാവുന്നതിൻ്റെ പരമാവധി പറഞ്ഞു കഴിഞ്ഞു. അമ്മയോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും അവൾ അതൊന്നും തന്നെ വകവെക്കുന്നില്ല ഗംഗേട്ട. പോരാത്തതിന് ഗംഗേട്ടൻ അമ്മയോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ബാലചന്ദ്രനും ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അമ്മയും അവളോട് കുറേ കാര്യങ്ങൾ പറയാൻ നോക്കി. പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മ കുറേ അവളെ കൺവിൻസ് ചെയ്യാൻ നോക്കി.
പക്ഷേ ഒന്നും നടന്നില്ല ഗംഗേട്ടാ. ആ സമയത്തും അവൾ അമ്മയുടെ നേർക്ക് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. ഇനി ആര് വിചാരിച്ചാലും അവൾ അടങ്ങി പോകുമെന്ന് തോന്നുന്നില്ല ഗംഗേട്ടാന്നൊക്കെ ശിവനും പറയുകയാണ്. അപ്പൊ ഗംഗാധരൻ പറയുന്നുണ്ട്, അതെ അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ ബാലചന്ദ്രൻ പറയുന്നത്, അവളുടെ ധിക്കാരവും അഹങ്കാരവുമാണ് അവളെ കൊണ്ട് ഈ മണ്ടത്തരങ്ങളൊക്കെ കാണിപ്പിക്കുന്നത്. അവളുടെ ദേഷ്യം അത് നല്ലതിനല്ല. അവളുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് അവൾ മനസ്സിലാക്കാതെയായി സംസാരിക്കുന്നതും. അവളുടെ ഭാഗത്താണ് ഇതുപോലൊരു തെറ്റ് സംഭവിച്ചെന്നുള്ളത് അവൾ മനസ്സിലാക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത്. എന്നാൽ തനിക്കും ഇതുപോലൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ആ കുഞ്ഞ് ജീവനോടെ ഇല്ലാത്തതുകൊണ്ടാണല്ലോ തന്നെ ആരും കുറ്റപ്പെടുത്താത്തത് എന്നൊരു കാര്യം അവൾ ചിന്തിക്കുന്നില്ല. അപ്പോഴും അയാളെ കുറ്റപ്പെടുത്താനും അയാളെ ശുഭിതനാക്കാനുമല്ലേ നമ്മുടെ വൈജ നോക്കുന്നത്. ഇനി ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നു എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. വൈജയോട് പറയാവുന്നതിന്റെ മാക്സിമം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വൈജയോട് ഈ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ബാലചന്ദ്രനെ ഡിവോഴ്സ് ചെയ്ത് പോകും. പിന്നെ അവളുടെ മക്കളെ പോലും അവൾക്ക് ഫേസ് ചെയ്യാനായെന്ന് വരില്ല. അത് വല്ലാത്തൊരു വേദനയായിരിക്കും അവൾക്ക്. ബാലചന്ദ്രന് ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ലല്ലോ. ബാലചന്ദ്രൻ എന്താ പറയുന്നത്, വൈജി ഈ സത്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിഷം അവളുടെ ഭർത്താവ് എന്നുള്ള സ്ഥാനത്തുനിന്ന് അയാൾ ഒഴിഞ്ഞു മാറുമെന്ന്. രണ്ടുപേരും ഇതുപോലൊരു നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത്. ഈ ബന്ധം എത്ര നാളെ മുന്നോട്ട് പോകുന്ന ഒരു പിടുത്തവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് തന്നെ അവരല്ലാതെ ആശങ്കയിൽ നിൽക്കുകയാണ്. രാജീവൻ പറയുന്നുണ്ട്, നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഏട്ടാ. ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെങ്കിൽ വൈജി തന്നെ വിചാരിക്കണം. വൈജി ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ കാണിക്കാതെ കുറച്ചു നാൾ അയാൾ പറയുന്നത് കേട്ട് ജീവിച്ചു പോയാൽ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകുന്നേ. അതിനുള്ളൊരു ക്ഷമ നമ്മുടെ പെങ്ങൾ കാണിക്കുന്നില്ല. എന്ത് ചെയ്യാനാ, വൈജി ഒരു തരിക്ക് പോലും വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഇതിപ്പോ അവൾ ഒറ്റൊരുത്തിയുടെ വാശി കാരണം നമ്മളും കൂടിയല്ലേ കിടന്ന് വിഷമിക്കുന്നത്. നമുക്കൊക്കെ നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. ഏത് സമയത്തും അവളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ അങ്ങോട്ടേക്ക് ഓടിപ്പോകാൻ കഴിയുമോ ഗംഗേട്ടാ? അതൊന്നും സാധിക്കില്ല. ഇപ്പൊ തന്നെ ഒരുപാട് ലീവായി. ഇനി ഒരു ലീവ് എടുത്ത് അങ്ങോട്ടേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതൊന്നും അവൾ എന്താ മനസ്സിലാക്കാത്തത്? ലോങ് ലീവ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വന്നതിന് ശേഷവും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി എന്നൊക്കെ രാജീവനും ശിവനും കൂടിയിട്ട് പറയുകയാണ്. അപ്പോഴേക്കും ശിവനും പറയുന്നുണ്ട്, അതെ രാജീവൻ പറഞ്ഞത് ശരിയാ. ഞങ്ങൾക്ക് ഇവിടുന്ന് ഇനി പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു വരവൊന്നും നടക്കുകയല്ലോ. അതുകൊണ്ട് ഗംഗേട്ടൻ തന്നെ അവിടെ വരെ ഒന്ന് പോകണം. വൈജ വീട് മാറി താമസിക്കുന്നതിനെ ഗംഗേട്ടൻ ശക്തമായിട്ട് വിമർശിക്കണം. എത്രയും പെട്ടെന്ന് അവളോട് ആ വീട് ഒഴിഞ്ഞിട്ട് കടപ്പാട്ടൊരു വീട്ടിലേക്ക് പോയി താമസിക്കാൻ ഗംഗേട്ടൻ പറയണം. ഗംഗേട്ടൻ പറഞ്ഞാലേ അവൾ കുറച്ചൊക്കെ അനുസരിക്കുകയുള്ളൂ. ഞങ്ങൾ പറഞ്ഞാലൊന്നും അത്രയും അനുസരിക്കില്ല. അറിയാവല്ലോ വൈജയുടെ സ്വഭാവം. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ മുട്ടാത്തർക്കീരം പറഞ്ഞ് അവൾ അതിനെ ഒഴിവാക്കി വിടാൻ നോക്കും. ഗംഗേട്ടന്റെ മുമ്പിൽ എന്തായാലും അത് നടക്കില്ല. അതുകൊണ്ട് ഗംഗേട്ടൻ എന്തായാലും അവിടെ വരെ ഒന്ന് പോകണമെന്ന് തന്നെ രാജീവനും ശിവനും കൂടിയിട്ട് പറയുകയാണ്. ഗംഗാധരൻ പറയുന്നുണ്ട്, അത് ഞാൻ പൊയ്ക്കോളാം. അല്ലെങ്കിൽ തന്നെ അവിടെ വരെ പോകാൻ എനിക്കൊരു പ്രയാസവും ഇല്ല. പിന്നെ ഞാൻ പോയി പറഞ്ഞാലും അവൾ അനുസരിക്കുമെന്നുള്ളത് അറിയില്ല. എന്ത് പറഞ്ഞാലും അവളുടെ തലയിൽ ഒന്നും കയറുന്നില്ലല്ലോ. പറഞ്ഞു മടുക്കാന്നല്ലാതെ ഒരു പ്രയോജനവും ഇല്ലല്ലോ. ഒരു പെങ്ങളല്ലേ ഉള്ളൂന്ന് കരുതി അവളെ ലാളിച്ചും കുഞ്ചിച്ചും വളർത്തിയത്. അവളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുത്ത് അവളെ ഒരു രാജകുമാരിയെ പോലെ നമ്മൾ നോക്കി. അവസാനം അവൾ നമ്മളോട് ഇങ്ങനെ ഒരു ചതി ചെയ്തു. അതും നമ്മൾ ക്ഷമിക്കാൻ തയ്യാറായി. എന്നിട്ട് അവൾക്ക് പറ്റിയ ഒരു പയ്യനെ തന്നെ കണ്ടുപിടിച്ച് അവളുടെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. നാളിതുവരെ ഈ സത്യങ്ങളൊന്നും അയാൾ അറിയാത്തത് കൊണ്ട് തന്നെ അവരുടെ ജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് പോയി. വൈജയുടെ അഹങ്കാരത്തിനും ധിക്കാരത്തിനും ബാലചന്ദ്രൻ അല്ലാതെ വേറെ ഏത് മനുഷ്യനായിരുന്നെങ്കിലും എപ്പോഴേ അവർ തമ്മിലുള്ള ഡിവോഴ്സ് നടന്നേനെ. ബാലചന്ദ്രൻ ആയതുകൊണ്ട് മാത്രമാണ് വൈജയെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടും ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോകുന്നത്. ഇത്രയും കാലം അവളുടെ കൂടെ ജീവിച്ചത് പോലും. അതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. ഇക്കാര്യത്തിൽ ബാലചന്ദ്രൻ ഒരുപാട് ക്ഷമിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ബാലചന്ദ്രന്റെ വിഷമങ്ങളും കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ലല്ലോ. ഒരു കണക്കിന് പറഞ്ഞാൽ ബാലചന്ദ്രനും അലീനയ്ക്കുമാണ് ഇവിടെ നീതി കിട്ടാതെ പോയതും. അതുകൊണ്ട് നമ്മൾ അവർ കൂടുതൽ ഫോഴ്സ് ചെയ്യുന്നത് ശരിയല്ല. നമുക്ക് പറഞ്ഞു തീർത്താൻ കഴിയുന്നത് നമ്മുടെ പെങ്ങളെ മാത്രമാണ്. ബാലചന്ദ്രന്റെ കണ്ണില് നമ്മുടെ പെങ്ങളോടൊപ്പം നമ്മളും അയാളെ ചതിച്ചവരുടെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് നമുക്കൊരു പരിധി കഴിഞ്ഞ് അയാളോട് ഒന്നും തന്നെ പറയാനാവില്ല രാജീവ. എന്തായാലും ഞാൻ പോകുന്നുണ്ട്. ഞാൻ പോയി ബൈജോട് സംസാരിക്കുന്നുണ്ട്. അവളുടെ ഈ പോക്ക് വലിയ അപകടത്തിലേക്കാന്ന് ഞാൻ അവളോട് പറയാം. അല്ലാതെ വേറെന്ത് ചെയ്യാനാ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഗംഗാധരനും പറയുന്നുണ്ട്. രാജുവിനും ശിവനും പറയുന്നുണ്ട്, അതേ ഗംഗേട്ടൻ അവിടെ പോകണം. അവിടെ ആകെപ്പാടെ മൊത്തത്തിൽ ഇപ്പൊ താറുമാറായി കിടക്കുക. വൈജി എന്തായാലും ആ ക്യാഷൊക്കെ റീഫണ്ട് ചെയ്ത് കൊടുക്കുമെന്നാ പറയുന്നത് കേട്ടെ. വൈജി ഇപ്പം ബബിതയും രോഹിത്തിനും കൂട്ടിയിട്ട് വേറെ വീട്ടിലാണ് താമസം. ബബിതയുടെയും രോഹിത്തിന്റെയൊക്കെ സ്വഭാവം നമുക്കറിയാവല്ലോ. രണ്ടുപേർക്കും നല്ല ശ്രദ്ധ കിട്ടിയില്ലെങ്കിൽ വഴിവിഴിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. വൈജയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവരെ വേണ്ട രീതിക്ക് നിയന്ത്രിക്കാൻ വൈജിക്ക് ആവില്ല. പിള്ളേർ വല്ല കന്നന്തിരിവും കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ഒരു തലവേദനയാവും ഗംഗേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ആരും നിയന്ത്രിക്കാൻ ഇല്ലാതെ വരുമ്പോഴേക്കും പിള്ളേരൊക്കെ അവർക്ക് തോന്നിയതുപോലെ നടക്കും. പ്രത്യേകിച്ച് ബബിതയും രോഹിത്തും ഒക്കെ എവിടെ പോകുന്നു, എപ്പോൾ പോകുന്നു, എപ്പോഴാണ് തിരിച്ചു വരുന്നത് ഒന്നും തന്നെ ഇപ്പം ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അവരൊക്കെ അവരുടെ തോന്നിയ വഴിക്കാണ് നടക്കുന്നത്. ബാലചന്ദ്രന്റെ അടുത്താണെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. അലീന അവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പേടിക്കാനോ ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ രാജീവനും ശിവനും ഒക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഗംഗേട്ടനും പറയുന്നുണ്ട്, അതേ രാജീവ, ബാലചന്ദ്രനും വൈജയും അവരുടെ പ്രശ്നങ്ങൾക്കുള്ളിൽ ജീവിക്കുന്നതുകൊണ്ട്
കുട്ടികളുടെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല. അലീനയുടെ അടുത്താവുമ്പം അലീന ആ കാര്യങ്ങളൊക്കെ നോക്കിക്കോളുമല്ലോ. എന്തായാലും ഞാൻ ഇതിനൊരു അവസാനം കണ്ടെത്തും. വൈജയെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അവളെ എങ്ങനെയെങ്കിലും ഒതുക്കിയേ പറ്റുള്ളൂ. തിരിച്ച് കടപ്പാട്ടൊരു വീട്ടിലേക്ക് അവളോട് പോകാൻ പറയണം. ഇക്കാര്യത്തിൽ അവളെ അവളുടെ ഇഷ്ടത്തിന് വിട്ടാൽ പറ്റില്ല എന്നൊക്കെ തന്നെ ഇവർ മൂന്നുപേരും കൂടെ തീരുമാനിക്കുകയാണ്. ശിവൻ പറയുന്നുണ്ട്, വീട്ടിൽ അച്ഛനും അമ്മയും ഏതു നേരവും വഴക്കും അക്കാലത്തുമായിട്ടിരുന്ന പിള്ളേരും അതൊക്കെ കണ്ടല്ലേ വളരുന്നത്. പിന്നെ അച്ഛനും അമ്മയും അവർക്കൊരു മതിപ്പും ഉണ്ടാവില്ല. അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ നോക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്തായാലും കടപ്പാട്ടൊരു വീട്ടിൽ ഇനി അധികം ഉണ്ടാകാൻ പാടില്ല ഗംഗേട്ട. അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. വൈജയുടെ അഹങ്കാരവും ആ ധിക്കാരവും ദേഷ്യവും ഒക്കെ നമ്മൾ കുറച്ചേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്കും സ്വസ്ഥത ഉണ്ടാവുകയുള്ളൂ. എത്ര പറഞ്ഞാലും നമ്മുടെ പെങ്ങളല്ലേ അവള്. അവളുടെ ജീവിതം ഇല്ലാതെ പോകുന്നത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നമ്മൾ മൂന്നുപേരും കൂടിയിട്ട് ഒരു തീരുമാനത്തിലെത്തണം എന്നൊക്കെ നമ്മുടെ ശിവനും പറയുകയാണ് കേട്ടോ. അപ്പോൾ രാജീവനും ഗംഗേട്ടനും ഒക്കെ അതിങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഗംഗാധര മേനോനും ഇതിനൊരു പോംവഴി കണ്ടെത്താനായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മാലതിയോടും പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് നാട് വരെ ഒന്ന് പോകണം. വൈജയുടെ അടുത്ത് പോയിട്ട് അവളെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നോക്കണം. ഇപ്പോൾ വൈജയും ബാലചന്ദ്രനും രണ്ട് വീട്ടിലല്ലേ താമസം. അതിങ്ങനെ അധികം നാൾ പോകുന്നത് ശരിയല്ല. എത്രയും പെട്ടെന്ന് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കാൻ നോക്കണം. വൈജയുടെ അഹങ്കാരവും എടുത്തിയാട്ടവും ഇതിനെല്ലാത്തിനും കാരണം. അതെങ്ങനെയെങ്കിലും അവൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ആ പിള്ളേരുടെ ഭാവി കൂടി ഇല്ലാതാകും. എന്തായാലും നമുക്ക് അവിടെ വരെ പോയല്ലേ പറ്റുള്ളൂ. നമുക്ക് അടുത്ത ദിവസം തന്നെ അങ്ങോട്ടേക്ക് പോകാം. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യം എന്നൊക്കെ നമ്മുടെ ഗംഗാധരൻ വൈഫിനോട് പറയുകയാണ്. അപ്പം മാലതിയും ചോദിക്കുന്നുണ്ട്, വൈജി ഇങ്ങനെ കടുംപിടുത്തം പിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? വൈജയുടെ പഴയ കാലത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അങ്ങനെയുള്ളപ്പോൾ കുറച്ചൊക്കെ ഒതുങ്ങി പോകേണ്ടേ ഗംഗേട്ടാ. ബാലചന്ദ്രന്റെ മകളായിട്ടല്ലേ ഇപ്പം അലീനെ അയാൾ കൂടെ നിർത്തിയേക്കുന്നത്. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്. വൈജയുടെ ജീവിതത്തെയും ബാലചന്ദ്രന്റെ ജീവിതത്തെയും വലുതായിട്ട് അത് ബാധിക്കില്ല. ഇതൊന്നും മനസ്സിലാക്കാതെയല്ലേ വൈജ ഇങ്ങനെ എടുത്തു ചാടി ഓരോരോ അബദ്ധങ്ങൾ കാണിച്ചു കൂട്ടി വെക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മാത്രം വൈജ എന്തൊക്കെ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ മൂന്നാങ്ങളമാരും അമ്മയും വൈജനെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നോക്കി. എന്നിട്ടും വൈജ ഒരു വിട്ടുവീഴ്ച ചെയ്യാനോ കടപ്പാട്ടൊരു വീട്ടിലേക്ക് പോയി താമസിക്കാനോ തയ്യാറാകുന്നില്ലല്ലോ. പിന്നെ ഇപ്പം മാത്രം നമ്മൾ പോയി പറഞ്ഞാൽ അവൾ അത് അനുസരിക്കുമെന്ന് ഗംഗേട്ടന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, അതെ അതെനിക്കറിയാം. അവളുടെ സ്വഭാവം നമുക്ക് അറിയാമല്ലോ. അവൾ ഒരു വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകാൻ തയ്യാറാവില്ല. അവളെ എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. എന്തായാലും ഇപ്പോൾ അവൾ ഡിവോഴ്സിനുള്ള പെറ്റീഷനൊക്കെ കൊടുത്തിരിക്കുകയാണല്ലോ. ഇവർ തമ്മിൽ ഒരിക്കലും ഡിവോഴ്സ് ആകാൻ പാടില്ല. ഡിവോഴ്സ് ആയി പിരിഞ്ഞാലും ബാലചന്ദ്രൻ ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ല. അവിടെയും തോറ്റു പോകുന്നത് വൈജ തന്നെയാണ്. അതെങ്ങനെയെങ്കിലും അവളെ മനസ്സിലാക്കിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതിപ്പോൾ നമ്മുടെയും കൂടി ആവശ്യമല്ലേ. ഞങ്ങളുടെ പെങ്ങളല്ലേ അവള്. അവളുടെ ജീവിതം ഇല്ലാതാകുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. അവളിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വേറെ വീട്ടിലല്ലേ താമസിക്കുന്നത്. അവളോടും അവളുടെ മക്കളോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നോക്കാം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാ? ബാലചന്ദ്രനോട് ഇതിനെക്കുറിച്ച് ഇനി ഒന്നും സംസാരിക്കാനില്ല. അയാൾ അയാളുടെ നിലപാടിൽ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. അയാളുടെ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തായി തീരുമെന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും രണ്ടുപേരും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകത്തോണ്ട് വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവരങ്ങോട്ടേക്ക് പോകാനും തയ്യാറാവുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മനു പിന്നെയും കടപ്പാട്ടൊരു വീട്ടിലേക്ക് വരുവാണ് കേട്ടോ, ബാലചന്ദ്രനുമായിട്ട് സംസാരിക്കാനൊക്കെ. ഗംഗാധര മേനോൻ വിളിച്ച് പറഞ്ഞിട്ടാണ് കേട്ടോ മനു വരുന്നതും. ബാലചന്ദ്രൻ ഇപ്പോൾ നല്ല ദേഷ്യത്തിലാണെന്നും വൈജി ഇപ്പോൾ കാണിച്ച ഈ ഒരു മണ്ടത്തരം അയാൾ ഒരിക്കലും പൊറുക്കില്ല എന്നൊക്കെ നമ്മുടെ ഗംഗാധര മേനോൻ മനുവിനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് ബാലചന്ദ്രനോട് ഒരു അനുനയത്തിലൊക്കെ സംസാരിക്കാൻ പറയുകയാണ് ഗംഗാധര മേനോൻ. എന്താണെന്ന് വെച്ചാൽ അലീന ആ വീട്ടിലുള്ളത് കൊണ്ടാണല്ലോ വൈജ വേറെ വീടെടുത്ത് മാറി താമസിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്കെങ്കിലും അലീനയെ അവിടുന്ന് മാറ്റി നിർത്തണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് മനുവിനെ പറഞ്ഞു വിടുന്നത്. എന്നാൽ മനു വന്ന് സംസാരിക്കുമ്പോൾ പോലും ബാലചന്ദ്രൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല. വൈജയോട് പകരം ചോദിക്കാനുള്ള എൻ്റെ ആയുധമാണ് അലീന എന്നാണ് ബാലചന്ദ്രൻ പറയുന്നത്. അങ്കിളുടെ ആൻറ്റിയുടെ ഇടയിൽ കിടന്ന് നീർന്ന മൊത്തം അലീനയാണ്. അലീനയുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടെങ്കിലേ അലീന ആരാണെന്നുള്ള സത്യം വൈജ ആൻറ്റി തിരിച്ചറിയണം. ഒരു പ്രാവശ്യമെങ്കിലും അവൾക്ക് അവളുടെ സ്വന്തം അമ്മേനെ അമ്മയെന്ന് വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് അങ്കിളിനോട് അവൾ പറയാത്തതാണെന്നൊക്കെ പറയുമ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതെനിക്കറിയാം മനു. വൈജയനെയും അലീനയൊക്കെ ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ചെയ്തു പോയ തെറ്റുകളെല്ലാം മറന്നിട്ട് അവരമ്മയും മോളും ഒന്നിച്ചാൽ ഞാൻ പിന്നെ ആരാകണം? ഞാനെല്ലാം നോക്കിക്കാണുന്ന ഒരു നോക്കുകൂത്തിയെ പോലെ ഇവിടെ മിണ്ടാതിരിക്കണോ? നീ പറ മനു എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ബാലേന്ദ്രൻ. അപ്പോഴേക്കും അനു ഒന്നും തന്നെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് മനു ചോദിക്കുന്നുണ്ട്, അലീനയോടൊപ്പം അങ്കിള് കാണിക്കുന്ന സ്നേഹം വെറും സ്നേഹം മാത്രമാണല്ലേ? വൈജാന്റിക്കുള്ളൊരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണല്ലേ അലീനയെ അങ്കിൾ ഇങ്ങനെ കൂടെ നിർത്തിയേക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രന് ദേഷ്യം വന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് നിന്നെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലടാ മനു. അലീനയെ ഞാൻ എങ്ങനെയാണ് കാണുന്നതെന്നും അലീനയ്ക്ക് എൻ്റെ മനസ്സിലുള്ള സ്ഥാനം എന്താണെന്നൊക്കെ ഉള്ളത് അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവൾ എന്തായാലും അങ്ങനൊന്നും ചിന്തിക്കില്ല. എൻ്റെ സ്വന്തം മോളല്ലെങ്കിലും എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെ ഞാൻ അവളെ കാണുന്നത്. അവളും തിരിച്ച് അങ്ങനെ തന്നെയാണ്. അവളെന്നെ അച്ഛാന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം അച്ഛനെ പോലെ കണ്ടിട്ട് തന്നെയാണ്.
ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ബാലേന്ദ്രൻ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും മനു ചോദിക്കുന്നുണ്ട്, അങ്കിള് പറഞ്ഞ എല്ലാം ഞാൻ സമ്മതിച്ചു, ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിക്കാം. അങ്കിള് വൈജാൻ്റെ ഇതുപോലെ ഇട്ട് വട്ട് തട്ടുമ്പോഴേക്കും നാളെ ഒരിക്കൽ അലീനയ്ക്ക് അങ്കിളിനോട് ഒരു വെറുപ്പ് തോന്നുകയല്ലേ? സ്വന്തം അമ്മേനെയല്ലേ അങ്കിൾ ഇങ്ങനെ ഇട്ട് വട്ട് തട്ടുന്നത്? നാളെ ഒരിക്കൽ വൈജാന്തി ഇവിടെ കിടന്ന് നട്ടം തിരിയുന്ന കാണുമ്പോഴേക്കും അവൾക്ക് സങ്കടം വന്നിട്ട് അവൾ അങ്കിളിനെ വെറുത്ത എന്ത് ചെയ്യും? അപ്പോഴും അങ്കിള് തോറ്റു പോവുകയല്ലേ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇനി ഞാൻ തോൽക്കില്ല. എന്നെ ആർക്കും പൊട്ടം കളിപ്പിക്കാനും പറ്റത്തില്ല മനു. ഞാനെല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെ ഈ കളിക്ക് നിൽക്കുന്നത് തന്നെ. അതുകൊണ്ട് ഇനി എന്നെ കോമാളിയാക്കാൻ ആർക്കും കഴിയില്ല. അപ്പോൾ മനു പറയുന്നുണ്ട്, അത് അങ്കിളുടെ മാത്രം വിചാരമല്ലേ? ഇനിയിപ്പോൾ ആരെങ്കിലും വഴി ആൻറ്റി ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ? അന്നേരം ആൻറ്റി വല്ല കടുത്ത തീരുമാനങ്ങളും എടുത്തു കളഞ്ഞാൽ നമുക്ക് തന്നെയല്ലേ നഷ്ടം? പിന്നെ ഈ വീട് മൊത്തത്തിൽ തകർന്നു പോവുകയല്ലേ? പിന്നെ ആർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്? അത് മാത്രമല്ല, അലീനയുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ ഒരു കുറ്റബോധമുണ്ട്. ഞാൻ ഇവിടെ വന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നാണ് അവൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ കാരണമാണ് അവളുടെ അമ്മയ്ക്ക് ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായെന്നുള്ളൊരു ചിന്തയിലാണ് അവളിപ്പോൾ. അതുകൊണ്ട് തന്നെ അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും കാരണം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണെന്നല്ലേ അവൾ പറയുള്ളൂ. എന്തിനാ അങ്കിളിൻ്റെ മനസ്സിൽ ഇത്രയും പകയും ദേഷ്യം ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അങ്കിളിന് ഒരു വലിയ മനസ്സുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ അങ്കിളിന് കഴിയുമെന്ന് ഞാൻ കരുതി. ഞാൻ പറഞ്ഞല്ലോ, അങ്കിൾ എൻ്റെ റോൾ മോഡലായിരുന്നു. അത് മാത്രമല്ല, എന്ത് കാര്യമാണെങ്കിലും അങ്കിൾ ന്യായത്തിൻ്റെ കൂടെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്കിൾ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഇങ്ങനെ എന്താ സംസാരിക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്കിളിന് ശരിക്കും എന്താ പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മനു, ഞാൻ അനുഭവിക്കുന്ന വേദന എന്താണെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ അനുഭവിക്കുന്ന വേദനയ്ക്ക് എത്രത്തോളം കാഠിന്യമുണ്ടെന്നുള്ളത് അത് നിങ്ങൾക്ക് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ വേദന മനസ്സിലാവുകയുള്ളൂ. കഴിഞ്ഞ 23 വർഷമായിട്ട് അവളും അവളുടെ ആങ്ങളമാരും കൂടെ എന്നെ ചതിക്കുകയായിരുന്നു, വഞ്ചിക്കുകയായിരുന്നു. അതിനൊക്കെ ഞാൻ ഇപ്പോൾ പകരം ചോദിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോൾ ചോദിക്കും? നിരപരാധിയും നിഷ്കളങ്കനുമായ ഒരാളുടെ ജീവിതമാണ് ഇവരെല്ലാം കൂടി ഇല്ലാതാക്കിയത്. അതിനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പകരം ചോദിച്ചിരിക്കുമെന്ന് തന്നെ ബാലചന്ദ്രൻ മനുവിനോട് തുറന്നു പറയുകയാണ് കേട്ടോ. അവസാനം ഇനി അങ്കിളിനോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്കിൾ എന്തായാലും ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല. ഇനി ഈ വീട്ടിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയണം. വൈജാൻറ്റി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെ ഇനി ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഒന്നും അറിയാൻ വയ്യാതെ തന്നെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ മനുവും കൃഷ്ണമോളും അലീനയും കൂടെ സംസാരിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ആൻറ്റി ഈ സത്യങ്ങളൊക്കെ അറിയിച്ചാൽ മാത്രമേ ആൻറ്റി കുറച്ചെങ്കിലും അടങ്ങി ഒതുങ്ങി പോകാൻ നോക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ആൻറ്റിക്കും അങ്കിളിനോടും അതുപോലെ തന്നെ നിന്നോടും ദേഷ്യം കൂടിക്കൂടിയല്ലേ വരികയുള്ളൂ. അതുകൊണ്ട് ഇതിനൊരു പോംവഴി കണ്ടുപിടിക്കാം എന്നുള്ള രീതിയിലാണ് കേട്ടോ ബാലചന്ദ്രൻ്റെ മനസ്സിലുള്ളതും കൂടി അറിയാനായിട്ട് മനു അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. എന്നാൽ വൈജി ആൻറ്റിക്ക് എങ്ങനെയാണോ മനസ്സിൽ ശത്രുതയും പകയും ഉള്ളത്, അതിനൊക്കെ കൂടുതൽ ഇപ്പോൾ ശത്രുതയും പകയും കൊണ്ട് നടക്കുകയാണ് ബാലചന്ദ്രൻ അങ്കിൾ എന്നുള്ളത് മനു അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്നിട്ട് ബാലചന്ദ്രൻ മനുവിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനു വന്നിട്ട് അലീനോടും കൃഷ്ണമോളോടും കൂടെ പറയുകയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുമ്പോൾ അത്ര എളുപ്പത്തിൽ ഈ പ്രശ്നങ്ങളൊന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല. അങ്കിളുടെ മനസ്സിൽ ആൻറ്റിയോട് ഭയങ്കര ദേഷ്യമാണ്, പകയും വിദ്വേഷവും ഉണ്ട്. ഇതൊന്നും അങ്ങനെ വെറുതെ വിടാൻ അങ്കിൾ ഉദ്ദേശിക്കുന്നില്ല. ഇതിൻ്റെ പേരും പറഞ്ഞ് ആൻറ്റി ഇവിടെ ഇട്ട് മട്ട് തട്ടാൻ തന്നെയാണ് ബാലചന്ദ്രൻ അങ്കിൾ തീരുമാനിച്ചേക്കുന്നുള്ള കാര്യങ്ങൾ അലീനയോട് പറയുകയാണ് കേട്ടോ. അലീനയ്ക്ക് ഇത് കേട്ടിട്ട് ഒരുപാട് വിഷമാവുന്നുണ്ട്. അലീന ആകെ കരയാൻ തുടങ്ങിയാണ്. ഞാൻ വന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഒരു കുഴപ്പവും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കുടുംബമായിരുന്നു. അറിയാതെയാണെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ഈ സത്യങ്ങൾ ആരും അറിയാൻ പാടില്ലായിരുന്നു. അറിഞ്ഞതുകൊണ്ടല്ലേ ഇപ്പം ഇത്രയും അധികം പ്രശ്നങ്ങൾ വന്നത്, എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത്. ശരിക്കും ഞാൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞു തന്നെ അലീന കരയുകയാണ് കേട്ടോ. അപ്പം മനു അലീനയെ ആശ്വസിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഇവിടെ വന്നില്ലായിരുന്നെങ്കിലും ഈ സത്യങ്ങളൊക്കെ അറിയേണ്ട സമയത്ത് എല്ലാവരും അറിയുക തന്നെ ചെയ്യും. സത്യം എത്ര നാൾ മൂടിമറിച്ച് വയ്ക്കാൻ നോക്കിയാലും ഒരു ദിവസം അത് പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നീ വന്നതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ആയെന്നൊന്നും നീ വിചാരിക്കേണ്ട. എന്തായാലും എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയം ആയെന്ന് മാത്രം നീ കണക്ക് കൂട്ടിയാൽ മതി. എന്തിനാ നീ വെറുതെ നിന്നെ തന്നെ പഴിക്കുന്നത്? നീ ഇവിടെ ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ലല്ലോ. നിന്റെ ഭാഗത്ത് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് നീ അതോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഇപ്പം ഈ സംഭവങ്ങൾ അറിഞ്ഞാരും നിന്നെ കുറ്റപ്പെടുത്തുന്നില്ലല്ലോ. നിന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റാന്ന് ആരും തന്നെ പറയുന്നില്ലല്ലോ. അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. നീ ധൈര്യമായിട്ട് തന്നെ ഇരിക്കുക. എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയും. കുറച്ച് സമയം എടുത്തെന്ന് വരും എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ മനു അലീനയൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് കൊല്ലപ്പള്ളി വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ കാര്യങ്ങളൊന്നും ഒരു നിലയ്ക്കും ഒതുങ്ങി പോവില്ല എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും വീണ്ടും ഗംഗാധരൻ തന്നെ വരികയാണ് കേട്ടോ. ഗംഗാധരൻ ആലതയും കൂട്ടിയിട്ടാണ് വരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആദ്യം തന്നെ കൊല്ലപ്പള്ളിയിലേക്കാണ് വരുന്നത്. അങ്ങനെ കൊല്ലപ്പള്ളിക്ക് വന്നതിന് ശേഷം അമ്മയെ കാണുന്നുണ്ട്. അമ്മയെ കാണുമ്പോഴേക്കും ഗംഗാധര മേനോൻ ചോദിക്കുന്നുണ്ട്, അമ്മ വൈജയെ ഉപദേശിക്കാറില്ലേ? അമ്മ വൈജയെ കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കണ്ടേ? അവളിങ്ങനെ വേറെ വീട് വാടകയ്ക്കെടുത്ത് പോകാൻ സമ്മതിക്കരുതെന്ന് ഞാൻ അമ്മയോട് പ്രത്യേകം പറഞ്ഞല്ലേ, എന്നിട്ടും അമ്മ അതിന് സമ്മതിച്ചു കൊടുത്തോ എന്നൊക്കെ ഇങ്ങനെ അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാടാ മോനെ? ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ 3 ആങ്ങളമാർ പറഞ്ഞിട്ട് പോലും അവൾ ഒരക്ഷരം കേട്ടോ? പിന്നെ ഈ വയ്യാതെ കിടക്കുന്ന ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കാൻ പോകുന്നുണ്ടോ? അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പ് തന്നെ ആ വീടിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി.
ബബിതയും രോഹിത്തിനും കൂട്ടിയിട്ട് അവൾ നേരെ അങ്ങോട്ടേക്കാണ് പോയത്. അവിടെ ഒരു ഹോം നഴ്സിനെയും വെച്ചിട്ടുണ്ട്, വീട്ടു ജോലിക്കായിട്ട് ഒരു ജോലിക്കാരിയെ നിർത്തിയിട്ടുണ്ട്. അല്ലാതെ കടപ്പാടൊരു വീട്ടിലേക്ക് അവൾ പോവുകയില്ലെന്ന് ശപഥം എടുത്തിരിക്കുക. അലീനയുള്ള വീട്ടിൽ പ്രത്യേകിച്ചും അവളെ കണ്ണെടുത്ത ഇപ്പോഴും അവൾക്ക് കണ്ടുകൂടാ. അതുപോലെ തന്നെ ബാലചന്ദ്രനോടും അവൾക്കിപ്പോൾ നല്ല ദേഷ്യമാണ്. ഹോസ്പിറ്റലിൽ ചെലവായ കാശൊക്കെ കണക്ക് പറഞ്ഞു വൈജിയെ കൊണ്ട് തന്നെ അടപ്പിച്ചെന്നാണല്ലോടാ കേട്ടത്. ഇതൊക്കെ ഉള്ളത് തന്നെയാണോ മോനെ? അല്ല ഈ ബാലചന്ദ്രൻ ഇത് എന്ത് കണ്ടിട്ടാ മോനെ? ബാലചന്ദ്രന്റെ സ്വഭാവം എന്താ ഇത്രയ്ക്ക് ഇതായി പോയത്? വൈജയുടെ സ്വഭാവം എങ്ങനെയാന്നുള്ളത് ബാലചന്ദ്രനും അറിയാവുന്ന കാര്യമല്ലേ. ഇങ്ങനൊരു സാഹചര്യത്തിൽ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യാൻ ബാലചന്ദ്രൻ തയ്യാറാകണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, അമ്മേ, നമ്മുടെ മോളുടെ ഭാഗത്ത് തെറ്റ് തിരുത്താൻ നമുക്ക് കഴിയില്ല. പിന്നെ അയാൾ നമ്മൾ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അയാൾക്കാണ് ഇവിടെ നീതി കിട്ടേണ്ടത്. ഇത്രയും കാലം അയാളെയല്ലേ നമ്മളെല്ലാവരും കൂടെ ചതിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എന്തർത്ഥത്തിലാണ് നമ്മൾ ബാലചന്ദ്രനോട് സംസാരിക്കാൻ ചെല്ലുന്നത്? അയാൾ അയാളുടെ ഭാഗത്തെ ന്യായമാണ് പറയുന്നത്. നമ്മുടെ പെങ്ങളുടെ ഭാഗത്തും ഇതുപോലെ ഒരു തെറ്റ് തന്നെ സംഭവിച്ചിട്ടില്ലേ അമ്മേ? അതുകൊണ്ട് നമ്മൾ വേണ്ട ഇവിടെ ഒരു വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകാൻ. അത് അമ്മ എന്താ അവൾക്ക് പറഞ്ഞു കൊടുക്കാതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, ഇല്ല മോനെ, ഞാൻ ഒരുപാട് തവണ പറഞ്ഞു നോക്കി, അവൾ ഒട്ടും തന്നെ സമ്മതിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ആ അലീനയെ അവിടെ നിർത്തിയേക്കുന്ന എന്തിനാ? അലീനയെ അവന് വേറെ എങ്ങോട്ടേലും മാറ്റി നിർത്തരുതായിരുന്നോ? അത് അവന്റെ മോളാണെങ്കിൽ തന്നെയും അവളെ വേറെ എങ്ങോട്ടേലും മാറ്റി നിർത്തണം. നിയമപരമായിട്ട് വൈജനെയല്ലേ അവൻ കല്യാണം കഴിച്ചേക്കുന്നത്. അതിലുണ്ടായ 3 കുഞ്ഞുങ്ങളും അവൾക്കും ഇല്ലാത്ത പ്രാധാന്യം എന്തിനാ ബാലചന്ദ്രൻ അവിഹിതത്തിലുണ്ടായ കൊച്ചിന് കൊടുക്കുന്നത്? അലീനയും അയാളും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ തന്നെയും അവളെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? തൽക്കാലം ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങുന്ന വരെയെങ്കിലും അവളെ ഈ വീട്ടിൽ നിന്നൊന്ന് മാറ്റി നിർത്താൻ അവൻ സമ്മതിക്കേണ്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശിയോട് ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, അമ്മ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്? അലീന ആരാണെന്നും അവൾ എങ്ങനെ അങ്ങോട്ടേക്ക് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാവോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്കറിയാവല്ലോടാ മോനെ. നിന്റെ അച്ഛനും ബാലചന്ദ്രനും മനുവൊക്കെ കൂടിയിട്ടല്ലേ കഴക്കൂട്ടത്ത് പോയി അവളെ കൂട്ടിക്കൊണ്ട് വന്നത്. ബാലചന്ദ്രന്റെ മോളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടിയത്. അവൻ ആ പെങ്കൊച്ചിനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാതെ വേറെ എങ്ങോട്ടെങ്കിലും പഠിക്കാൻ അയച്ചാൽ പോരായിരുന്നോ? വെറുതെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വന്ന് ഒരു വേലക്കാരിയെ പോലെ അവിടെ നിർത്തി. എന്നിട്ടിപ്പോൾ അവസാനം എന്തായി? അവൾ ഒടേക്കാരിയുമായി എൻ്റെ മോള് എല്ലാം ഉപേക്ഷിച്ച് വേറെ ഏതോ ഒരു വാടക വീട്ടിൽ പോയി കിടക്കുന്നു. ഇങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടവളാണോടാ നമ്മുടെ വൈജ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മുത്തശ്ശി സങ്കടപ്പെട്ട് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. വൈജയ്ക്ക് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വൈജയുടെ എടുത്തുചാട്ടവും അഹങ്കാരം കൊണ്ട് മാത്രം സംഭവിച്ചതാ. അവൾക്ക് ആ പാതിരാത്രി വീട് വിട്ടിറങ്ങേണ്ട ഒരാവശ്യമില്ലായിരുന്നു. ബാലചന്ദ്രന്റെ മകളാണെന്ന് പറഞ്ഞിട്ട് പോലും അവൾക്കത് വിശ്വസിക്കാനാവുന്നില്ലത്രേ. അയാളും അലീനയും തമ്മിൽ തെറ്റായ ബന്ധമുണ്ടെന്നൊക്കെയാണ് ഇവളും പറഞ്ഞു നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ളപ്പം അയാൾ പിന്നെ എങ്ങനെ ക്ഷമിക്കണമെന്നാണ് അമ്മയെ പറയുന്നത്? സ്വന്തം മോളെക്കുറിച്ച് ഇങ്ങനെയുള്ള അനാവശ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന ഏതൊരച്ഛനാ അമ്മയെ അത് സഹിക്കാൻ പറ്റുന്നത്? അതല്ലേ ബാലചന്ദ്രനും ചെയ്തിട്ടുള്ളൂ. ഇവിടെ നമ്മൾ നിയന്ത്രിക്കേണ്ടത് വൈജനെ മാത്രമാണ്. നമ്മൾ ഉപദേശിക്കേണ്ടത് വൈജയാണ്. വൈജയുടെ ജീവിതത്തിൽ ആ ഒരുപാട് മാറ്റങ്ങൾ ഇനി ഉണ്ടാകേണ്ടത്. പണ്ടത്തെ പോലെയല്ല കാര്യങ്ങൾ. അമ്മ ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കിയേ. വൈജ കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞു. അങ്ങനെയുള്ള സ്ഥിതിക്ക് ബാലചന്ദ്രൻ ഇത് അറിഞ്ഞു എന്ന് വൈജ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അവർ രണ്ടുപേരും ഒരു മ്യൂച്വൽ ഡിവോഴ്സിന് മുന്നോട്ട് പോവുകയുള്ളൂ. ആ കുടുംബം പിന്നെ ഇല്ല, ചിന്നിച്ചിതറി പോകും. അവരുടെ 3 മക്കൾ പെരുവഴിയിലാകും. അവർക്ക് തോന്നിയാസം പോലെ കറങ്ങി അവരുടെ തോന്നിയാസത്തിനായിരിക്കും പിന്നെ ഇവരെ നിയന്ത്രിക്കാനോ ഒന്നും തന്നെ ആരും ഉണ്ടാവില്ല. നമ്മൾ ആ കുട്ടികളെ വളർത്തുന്നതിനും പറയുന്നതിനും ഒക്കെ ഒരു പരിധി ഉണ്ടമ്മേ. അതിൽ കൂടുതൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഗംഗാധര മേനോൻ പറയുക കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അതേ മോനെ, എനിക്ക് അതെല്ലാം തന്നെ മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ, അവളോട് നമുക്ക് പറയുന്നതിന് ഒരു പരിധിയില്ലേ. എത്ര പറഞ്ഞാലും അവൾ അതൊന്നും അംഗീകരിക്കുന്നില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? എനിക്ക് ആകെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാ മോനെ. ഈ വയസ്സാം കാലത്ത് ഞാൻ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണേണ്ടി വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി ഇരുന്ന് കരയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. അമ്മയോട് ഞാൻ ഒരു കാര്യം പറയാം. അമ്മ ഇതാരോടും പറയരുത്. ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് അമ്മ ഞെട്ടുകയും ചെയ്യരുതെന്ന് പറയുക കേട്ടോ. അപ്പോൾ നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോനെ, എന്താ, എന്തെങ്കിലും അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, അത് പിന്നെ അമ്മേ, അലീന ആരാണെന്ന് അമ്മയ്ക്ക് അറിയാവോ? ബാലചന്ദ്രൻ്റെ മോളെന്നല്ലേ പറഞ്ഞത്? ഇനിയിപ്പോൾ അയാളുടെ മോളല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, അതെ അമ്മേ, അത് ബാലചന്ദ്രൻ്റെ മോളല്ല, നമ്മുടെ വൈജ പ്രസവിച്ച നമ്മുടെ വൈജ 23 വർഷം മുമ്പ് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയില്ലേ, ആ കുഞ്ഞാണ് അലീന. അന്ന് അച്ഛൻ അതിനെ കഴക്കൂട്ടത്ത് ഓഫനേജിൽ കൊണ്ടാക്കിയായിരുന്നു. ആ കുഞ്ഞ് മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞത് അച്ഛൻ വെറുതെ പറഞ്ഞതാ. ആ കുഞ്ഞാണ് ഇപ്പോൾ വളർന്നു വലുതായി ഇവരുടെ മുന്നിൽ വന്ന് നിന്നത്. അലീനയിൽ നിന്നാണ് ബാലചന്ദ്രൻ ഈ സത്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞിട്ടുള്ളത്. എന്നാൽ അലീന ഇവിടെ വന്നത് ഈ സത്യങ്ങളെല്ലാം എല്ലാവരെയും അറിയിക്കാനോ ഇവിടെ അവൾക്ക് താമസിക്കാനോ ഒന്നിനുമല്ല. സ്വത്തും മുതലും പണവും ഒന്നും കണ്ടിട്ടല്ല അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. അവളുടെ അമ്മേനെ ഒന്ന് കാണണം. അവളുടെ അമ്മേനെയും കൂടപ്പറപ്പിനെയും വേണ്ടപ്പെട്ടവരെയൊക്കെ ഒന്ന് കാണണം. അത്രയും മാത്രമേ ആ കുട്ടി ആഗ്രഹിച്ചിട്ടുള്ളൂ. അല്ലാതെ ബാലചന്ദ്രൻ പറയുന്ന പോലെ ബാലചന്ദ്രൻ്റെ അവിഹിതത്തിലുണ്ടായ കൊച്ചൊന്നുമല്ല.
ബാലചന്ദ്രൻ അങ്ങനെ ഒരു അവിഹിത ബന്ധവും ഇല്ല. നമ്മുടെ അച്ഛൻ തന്നെയാണ് കഴക്കൂട്ടത്ത് പോയി അലീനയെ കൂട്ടിക്കൊണ്ട് വന്നത്. ഇതിന്റെ പിന്നിൽ നമ്മുടെ അച്ഛന് മാത്രം അറിയാവുന്ന കുറച്ച് രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ കുഞ്ഞ് മരിച്ചിട്ടില്ല എന്നും ആ കുഞ്ഞ് കഴക്കൂട്ടത്ത് ഓഫനേജിൽ സുരക്ഷിതയാണെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ അച്ഛന് അറിയാമായിരുന്നു. നമ്മുടെ അച്ഛൻ ഈ സത്യങ്ങളൊന്നും ആരോടും പറഞ്ഞില്ല. അവസാനം അമ്മയെ നോക്കാനായിട്ട് അലീനയെ കഴക്കൂട്ടത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നതാ. അലീന നമ്മുടെ കുട്ടിയാമേ, നമ്മുടെ വീട്ടിൽ വളരേണ്ട നമ്മുടെ വൈജയുടെ സ്വന്തം മോളാ. അമ്മ ആദ്യം അത് മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ വിചാരിക്കും പോലെ അലീന ബാലചന്ദ്രന്റെ അവിഹിതത്തിലുണ്ടായ കുഞ്ഞല്ല. എല്ലാം അറിഞ്ഞിട്ട് തന്നെ അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. താൻ ആരാണെന്നും താൻ എന്തിനാണ് വന്നതെന്നും തനിക്ക് ചുറ്റുമുള്ളത് ആരാണെന്നും എല്ലാം അവൾ മനസ്സിലാക്കിയിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ ആരോടും അവൾ ഈ സത്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഏതോ ഒരു ദൗർഭാഗ്യ നിമിഷത്തില് ബാലചന്ദ്രൻ ഈ സത്യങ്ങളൊക്കെ അറിയുകയായിരുന്നു. ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞ പിന്നെ അയാൾ ഓരോരോ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയതും ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് കൊല്ലപ്പള്ളിക്കാരോട് അയാൾക്ക് ഇത്രയും ദേഷ്യം. വൈജയോടും അതുപോലെ നമ്മളോടും ഒക്കെ ഇത്രയും ദേഷ്യം കാണിക്കുന്നത് അതുകൊണ്ട് മാത്രമാ. അലീന എന്ന തുറപ്പുചേട്ടനെ മുന്നേ നിർത്തിക്കൊണ്ടാണ് അയാൾ വൈജയന്തിയോട് പകരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഒന്നും പറയാനാവില്ലമ്മേ. അയാളോട് ഒരു അക്ഷരം നമുക്ക് എതിർത്ത് പറയാനാവില്ല. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 23 വർഷം നമ്മൾ അയാളെ ചതിക്കുകയായിരുന്നു. എല്ലാവരും, വൈജിയും ഞങ്ങളും അച്ഛനും അമ്മയും എല്ലാവരും അയാളെ ചതിക്കുകയല്ലായിരുന്നോ? നമുക്ക് മുമ്പിൽ വേറെ വഴിയില്ല. വൈജി ഈ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഒന്നുകിൽ ജീവിതം തന്നെ അവസാനിപ്പിക്കും, അല്ലെങ്കിൽ അവൾ ബാലചന്ദ്രനുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കും. പിന്നെ അവളുടെ ജീവിതം എന്തായി തീരുവമ്മേ? അതുകൊണ്ടാ ഞങ്ങൾ എല്ലാവരും മാറി മാറി പറയുന്നത്. അമ്മ വൈജയോട് കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൻ നോക്കണം. ഒരിക്കലും അലീന തൻ്റെ സ്വന്തം മോളാണെന്നുള്ള കാര്യം വൈജ അറിയാൻ പാടില്ല. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് ഒരിക്കലും താങ്ങാനാവില്ല. ഈ സത്യങ്ങളൊക്കെ അവൾ അറിയുന്ന നിമിഷം അവൾ തകർന്നു പോകും. പിന്നെ അവൾക്ക് മുന്നിൽ വേറെ വഴിയില്ല. സ്വന്തം മക്കളുടെ മുമ്പിൽ പോലും താൻ പിഴച്ചവളാണെന്നുള്ള ഒരു കുറ്റബോധത്തിൽ അവൾക്ക് ഒന്നും തന്നെ പറയാനോ ചെയ്യാനോ കഴിയില്ല. അവസാനം അവൾ ജീവിതം അവസാനിപ്പിക്കുക തന്നെ ചെയ്യും. എത്രയൊക്കെയാന്ന് പറഞ്ഞാലും നമ്മുടെ പെങ്ങളല്ലേ അമ്മേ. അവളെ അങ്ങനെ നമുക്ക് കൈയൊഴിയാനാകുമോ? അതുകൊണ്ടാണ് അവളുടെ ദേഷ്യവും അഹങ്കാരവും പകയൊക്കെ കുറച്ച് കുറയ്ക്കാൻ ഞങ്ങൾ പറയുന്നത്. ഈ സത്യങ്ങളൊക്കെ ബാലചന്ദ്രൻ അറിഞ്ഞു എന്നുള്ളത് അവളെ ഒരിക്കലും അറിയിക്കാൻ പറ്റില്ല. ഈ കുടുംബത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം. ഈ തൽക്കാലത്തേക്കെങ്കിലും ഒരു വഴക്കും എക്കാലത്ത് ഒഴിവാക്കി സൗമ്യമായിട്ട് പോകാൻ വേണ്ടിയിട്ടാ അമ്മയോട് ഞങ്ങൾ വൈജ ഉപദേശിക്കാൻ പറഞ്ഞെന്ന് പറയുകയാണ് കേട്ടോ. മുത്തശ്ശിയാണെങ്കിലും ഈ സത്യങ്ങളൊക്കെ കേട്ടിട്ട് ആകെ ഒരു അങ്കലപ്പാടോട് നിൽക്കുകയാണ്. ബബിതയും കൃഷ്ണമോളെയൊക്കെ പോലെ തന്നെ അലീനയും സ്വന്തം കൊച്ചുമോളാണെന്ന് അറിഞ്ഞതോടുകൂടി മുത്തശ്ശിക്ക് അങ്ങ് വല്ലാണ്ട് വെപ്രാളമാവുകയാണ് കേട്ടോ. അലീനയോട് അങ്ങനെ മോശമായിട്ട് പെരുമാറിയിട്ടില്ലെങ്കിലും പലപ്പോഴായിട്ടും സ്വന്തം കൊച്ചുമോളോട് തന്നെ അവളുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടല്ലോ എന്നോർത്ത് വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. എന്നിട്ട് അതും പറഞ്ഞിട്ട് നമ്മുടെ ഗംഗാധര മേനോനൊക്കെ കൂടിയിട്ട് വൈജയനെ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. വൈജയനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും വൈജയ്ക്ക് നല്ല ദേഷ്യമാണ് കേട്ടോ. കാരണം അന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് വൈജയോട് കുറേ ദേഷ്യപ്പെട്ടിട്ടൊക്കെ ആണല്ലോ നമ്മുടെ ഗംഗാധര മേനോൻ പോയത്. അതുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യമൊക്കെ ഉണ്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും തന്നെ വൈജയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട് വൈജ, നിനക്ക് കുറവായോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും വൈജ പറയുന്നുണ്ട്, ആ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അല്ല ഗംഗേട്ടൻ എന്താ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ വന്ന് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ വൈജ. അപ്പോഴേക്കും ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, നീ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വേറൊരു വീട്ടിലേക്ക് താമസം മാറിയെന്നറിഞ്ഞു. അതറിഞ്ഞുകൊണ്ട് ഞങ്ങൾ വന്നതാ. എന്തായാലും നീ ഈ കാണിച്ചത് വല്ലാത്തൊരു മണ്ടത്തരമായിപ്പോയി വൈജെ. ഇപ്പൊ ഈ എടുത്തു ചാടി ഇങ്ങനെ ഒരു തീരുമാനം നീ എടുക്കണ്ടായിരുന്നു. നീയും നിന്റെ മക്കളും നേരെ കടപ്പാട്ടൊരു വീട്ടിലേക്ക് എല്ലാവരും പോകേണ്ടിയിരുന്നത്. പിന്നെ എന്തിനാ നീ ഇങ്ങനൊരു മണ്ടത്തരം കാണിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും വൈജ പറയുന്നുണ്ട്, ഗംഗേട്ടൻ എന്തർത്ഥത്തിലാണ് ഈ പറയുന്നത്? അയാളും അയാളുടെ പൊന്നാരമോളും അവിടെ ഉള്ളപ്പോൾ ഞാൻ എങ്ങനെ അങ്ങോട്ടേക്ക് പോകാനാ? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതല്ലേ അലീനയുള്ള വീട്ടിലേക്ക് ഞാൻ പോവില്ലാന്ന്. എന്നെ കൊന്നാലും ഞാൻ അങ്ങോട്ടേക്ക് പോവില്ല. അയാളുടെ കൂടെ ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ട് ജീവിക്കാനും എനിക്ക് ആഗ്രഹമില്ല. എനിക്കൊരു ജോലിയുണ്ട്, അത്യാവശ്യം വരുമാനമുണ്ട്. ഞാനും എൻ്റെ മക്കളും ഇവിടെ എങ്ങാനും താമസിച്ചോളാം. ആർക്കും ഒരു ശല്യവും ഞങ്ങളാകുന്നില്ല എന്നൊക്കെ തന്നെ നമ്മുടെ വൈജ അങ്ങ് പറയുക കേട്ടോ. അപ്പോഴേക്കും മാലതി പറയുന്നുണ്ട്, വൈജെ ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇപ്പം നീ ഇങ്ങനെ ഒരു സാഹസ്യത്തിന് തയ്യാറാകണ്ടായിരുന്നു. എത്രയൊക്കെയാന്ന് പറഞ്ഞാലും അലീന അയാളുടെ സ്വന്തം മോളല്ലേ. അപ്പോൾ പിന്നെ ആ മോളെ അയാൾക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ അലീനെ അവിടെ തന്നെ നിർത്തിയിരിക്കുന്നത്. നീ അവിടെ നിന്ന് മാറി താമസിച്ചാൽ നിങ്ങൾ തമ്മിലുള്ള അകലം കൂടുകയേ ചെയ്യുള്ളൂ. എന്തു വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നീ കടപ്പാട്ടൊരു വീട്ടിലേക്ക് തന്നെയായിരുന്നു പോകേണ്ടിയിരുന്നത്. നീ നിന്റെ മക്കളും അവിടെ താമസിക്കേണ്ടവരാ. ഇപ്പം നീ കാണിച്ചത് എന്തായാലും ബുദ്ധിമോശമായിപ്പോയെന്ന് ഞങ്ങൾ പറയുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും വൈജ പറയുന്നുണ്ട്, അല്ല നിങ്ങളിപ്പോൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? എൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വന്നതാണോ, അതോ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയെന്ന് എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി വന്നതാണോ? എനിക്കറിയാം നിങ്ങളെല്ലാവരും ഇപ്പം അയാളുടെ കൂടെയല്ലേ. ആ അലീന നിങ്ങളെ എല്ലാവരെയും കയ്യിലെടുത്ത് കളഞ്ഞു അല്ലേ? എനിക്ക് മനസ്സിലായി. എനിക്കിനി ആരോടും ഒന്നും പറയാനില്ല. ഞാൻ എന്തായാലും ഡിവോഴ്സിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അയാളുമായിട്ട് ഒന്നിച്ചൊരു ജീവിതമില്ല. എനിക്ക് എൻ്റെ വഴി, അയാൾക്ക് അയാളുടെ വഴി, അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ മക്കളെ നോക്കിക്കോളാം. ഇനിയിപ്പോൾ എൻ്റെ കാര്യങ്ങളിൽ അയാൾ ഇടപെടുകയും വേണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ വൈജ് പറയുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗംഗാധരമേനൻ പറയുന്നുണ്ട്, വൈജെ നീ പോകുന്നത് സർവനാശത്തിലേക്കാ. നിന്റെ അഹങ്കാരവും നിന്റെ അഹംഭാവവും ഒക്കെ നീ കുറയ്ക്കണം.
നിന്റെ മാത്രം അഹങ്കാരം കൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീ ഇപ്പോഴും മനസ്സിലാക്കാത്ത ചില സത്യങ്ങളുണ്ട്. അലീന ആരാണെന്നുള്ള കാര്യങ്ങൾ നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും വൈജ പറയുന്നുണ്ട്, എനിക്കറിയാം അലീന ആരാണെന്ന്. എന്തായാലും ബാലചന്ദ്രൻ അങ്ങനെ ഒരു വഴിയിട്ട ബന്ധമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അലീന അയാളുടെ മോളാന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. അയാളും അവളും തമ്മിൽ വേറെന്തൊക്കെയോ കണക്ഷൻ ഉണ്ട്, അതെനിക്കറിയാം. ഞാൻ അവർക്കൊരു ശല്യമാകണ്ട. ഇനിയിപ്പോൾ അയാൾ അവളെ കല്യാണം കഴിക്കുവോ അയാൾ കൂടെ പൊറപ്പിക്കുവോ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. രഹസ്യകാരിയായിട്ട് കൂടെ കൂട്ടിയവളെ ഇനി അയാൾ ഭാര്യയാക്കി കൂടെ കൂട്ടിക്കോട്ടെ. എനിക്ക് അതിലൊരു കുഴപ്പമില്ല. അയാൾ അയാളുടെ വഴിക്ക് ജീവിച്ചോട്ടെ, ഞാൻ എൻ്റെ വഴിക്കും ജീവിച്ചോളാം. ഇനി എന്തായാലും അയാളുമായിട്ട് ഒത്തുപോകാൻ എനിക്കാവില്ല. അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇനി അങ്ങനെ പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ എൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വൈജ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗംഗാധരൻ പറയുന്നുണ്ട്, വൈജെ നീ എന്തർത്ഥത്തിലാണ് വൈജെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അലീനയെ ഒരിക്കലും അയാൾ ആ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അലീന ആരാണെന്ന് നിനക്ക് ഇപ്പോഴും അറിയില്ല. നിന്റെ ദുർവാശി കൊണ്ട് നീ ഓരോരോ മണ്ടത്തരങ്ങൾ കാണിച്ചു വെച്ചുകൊണ്ടിരിക്കുക. നിന്റെ ജീവിതം നീയായിട്ട് തന്നെയാണ് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അലീന ഇനി അയാളുടെ ആരെങ്കിലും ആയിക്കോട്ടെ, നിന്റെ ഭാഗത്ത് ഇതുപോലൊരു തെറ്റ് സംഭവിച്ചിട്ടില്ലേ? നീ കല്യാണം കഴിക്കുന്നതിന് മുമ്പും നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചതല്ലേ? ആ സത്യങ്ങളൊക്കെ അയാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പിന്നെ നിന്നെ എങ്ങനെയായിരിക്കും കാണുക? അങ്ങനെ ഒരു തെറ്റായ വഴിയിലൂടെയാ നീയും വന്നത്. അങ്ങനെയുള്ള നിനക്ക് അയാളെ കുറ്റപ്പെടുത്താൻ എന്തോ യോഗ്യതയാടി ഉള്ളത്? അത് നീ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. രണ്ടുപേരുടെ ഭാഗത്തും അങ്ങനെയുള്ള തെറ്റുകൾ സംഭവിച്ചു പോയി. അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് രണ്ടുപേരും വിട്ടുവീഴ്ച ചെയ്ത് പോയാലല്ലേ ഈ കുടുംബം മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ കുടുംബം ചിഹ്നചിതറി ഇല്ലാതെ പോവുകയുള്ളൂ. നിങ്ങളുടെ രണ്ടുപേരുടെയും വഴക്കിനിടയിൽ കിടന്ന് നീർന്നത് ഈ കുട്ടികളാണ്. ഈ കുട്ടികളുടെ ഭാവി എന്താകുമെന്നെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഗംഗാധര മേനോനും മാലതിയും കൂടെ ചോദിക്കാണ് കേട്ടോ. അപ്പോഴേക്കും വൈജ പറയുന്നുണ്ട്, ബബിതയും രോഹിത്തിൻ്റെയും കാര്യമില്ലേ, അത് ഞാൻ നോക്കിക്കോളാം. കൃഷ്ണ അവൾ എൻ്റെ വയറ്റിൽ പിറന്നല്ലോ എന്നാണ് ഞാൻ അങ്ങനെ ആലോചിക്കുന്നത്. അവൾ എപ്പോഴും അവളുടെ അച്ഛൻ്റെ കൂടെയല്ലേ നിൽക്കുകയുള്ളൂ. അവൾക്ക് അമ്മേനെ വേണ്ട. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അവൾ മനസ്സിലാക്കിക്കോളും അമ്മയുടെ വില എന്താണെന്നും. അമ്മയുടെ കൂടെ നിന്നാൽ മതിയായിരുന്നു എന്നും ഒക്കെ. അച്ഛൻ്റെ രണ്ടാം കെട്ടിയവൾക്ക് എല്ലാ അധികാരവും കിട്ടിക്കഴിയുമ്പോഴേ അവളോടുള്ള പെരുമാറ്റത്തിലൊക്കെ മാറ്റം വന്ന് തുടങ്ങിക്കോളും. അന്നേരം അവൾക്ക് മനസ്സിലാകും. അന്നേരം അവളിങ്ങനെ പോന്നോളും എന്നൊക്കെ നമ്മുടെ വൈജ് ഇങ്ങനെ അഹങ്കാരത്തിൽ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, വൈജയ് മതി നിർത്ത്, നീ ഒരുപാട് അങ്ങ് സംസാരിക്കുന്നുണ്ട്. നിന്നോട് ഞങ്ങൾക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. അത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പം നീ കാണിച്ചത് ശുദ്ധ മണ്ടത്തരമായിപ്പോയി. ഹോസ്പിറ്റലിൽ നിന്ന് നീ ഡിസ്ചാർജ് ആയി വരേണ്ടത് ഇങ്ങോട്ടേക്ക് ആയിരുന്നില്ല. നീ തിരിച്ച് കടപ്പാട്ടൊരു വീട്ടിലേക്ക് തന്നെയായിരുന്നു പോകേണ്ടത്. ഇപ്പം നീ കാണിച്ച മണ്ടത്തരത്തിന് നീ വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും. നിന്റെ കുട്ടികളുടെ ഭാവി തന്നെ ഇല്ലാതായി പോകും. എന്ത് ചെയ്തിട്ടാണെങ്കിലും അയാളെ തോൽപ്പിക്കാൻ നിനക്ക് ആവില്ല വൈജയ്. അത് നീ ആദ്യം മനസ്സിലാക്കുക. അയാളെ തോൽപ്പിക്കാൻ നടന്നിട്ട് നീ തന്നെ തോറ്റു പോവുകയുള്ളൂ. നിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നീ ഇങ്ങനെ വാശി പിടിച്ചോണ്ട് നിൽക്കരുത് വൈജയ്. അതൊന്നിനും ഒരു പരിഹാരമല്ല. അത് ആദ്യം നീ മനസ്സിലാക്കുക. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിനക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നീ എങ്ങനെ ഈ കുടുംബം നോക്കുന്ന പറയുന്നത്? അവസാനം നിന്റെ മക്കൾ പോലും നിന്നെ വെറുത്തു തുടങ്ങും. അതുകൊണ്ടാണ് പറയുന്നത് വൈജയ്, നീ എന്തായാലും തിരിച്ച് കടപ്പാട്ടൊരു വീട്ടിലേക്ക് തന്നെ പോകണം. ഈ വീട് ഒഴിഞ്ഞിട്ട് നീ പെട്ടെന്ന് കടപ്പാട്ടൊരു വീട്ടിലേക്ക് തിരിച്ചു പോയേ പറ്റുള്ളൂ. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് പറയുകയാണ് കേട്ടോ. ബബിതയുടെയും രോഹിത്തിൻ്റെയും കാര്യങ്ങളൊക്കെ നിനക്കറിയാമല്ലോ. ഇപ്പം നല്ല ശ്രദ്ധ വേണ്ട പ്രായം അവരുടേത്. അവരെ നിയന്ത്രിക്കാൻ ആരുമില്ലെങ്കിൽ അവർ അവരുടെ തോന്നിയാസത്തിന് നടക്കും. നിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരുടെ കാര്യങ്ങളൊന്നും തന്നെ നിനക്ക് നോക്കാനാവില്ല. ഇവിടെ ഒരു ഹോം നേഴ്സും ഒരു വീട്ടുജോലിക്കാരിയും ഉണ്ട്. ഹോം നേഴ്സ് നിന്റെ കാര്യങ്ങളൊക്കെ നോക്കുമായിരിക്കും, ജോലിക്കാരി വീട്ടിലെ കാര്യങ്ങൾ നോക്കും. എന്നാൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനും അവരെ നിയന്ത്രിക്കാനും ബാലചന്ദ്രൻ അല്ലാതെ വേറെ ആർക്കും തന്നെ പറ്റില്ല. ആ കുട്ടികളുടെ അച്ഛൻ ബാലചന്ദ്രനാ. ഇവരിൽ ബാലചന്ദ്രനുള്ള അധികാരം വേറെ ആർക്കും തന്നെയില്ല. ഇവരെപ്പോൾ പോകുന്നു, എങ്ങോട്ട് പോകുന്നു, തിരിച്ചു വരുന്നത് എങ്ങനെയാണ്, ഇവരിനി തെറ്റായ വഴിയിലൂടെ വല്ലതും പോകുന്നുണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധ വേണം. അതിനൊന്നും നിന്നെക്കൊണ്ട് തന്നെ പറ്റില്ല. അവിടെ ആകുമ്പം എല്ലാ കാര്യങ്ങളും അലീന നോക്കിക്കോളും. പിന്നെ ബാലചന്ദ്രൻ്റെ നിയന്ത്രണത്തിലാകുമ്പം ഇവർ വഴിവഴിച്ച് പോകാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് മാത്രമായി നിന്നോട് ഞങ്ങൾ ഇത്രത്തോളം ക്ഷമയോടെയും താഴ്മയോടെയും പറയുന്നത്. നീ ഞങ്ങൾ പറയുന്നത് അനുസരിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഒന്നും തന്നെ പറയാനില്ല. ഇനി ഞങ്ങൾക്കൊന്നും പറയാനില്ല. എന്തായാലും ഇപ്പം ഞങ്ങൾ കൊല്ലപ്പള്ളിയിലോട്ട് പോവുക. നീ നല്ലവണ്ണം ഇരുന്നൊന്ന് ആലോചിക്കുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട് ഒഴിവാക്കിയിട്ട് കടപ്പാട്ടൊരു വീട്ടിലേക്ക് വരാനായിട്ട് നീ നോക്ക്. അമ്മയ്ക്കും അതേ അഭിപ്രായം തന്നെയാണ്. അമ്മയോട് ഞങ്ങൾ സംസാരിച്ചായിരുന്നു. നീ തിരിച്ച് കടപ്പാട്ടൊരു വീട്ടിലേക്ക് ചെല്ലണം എന്ന് തന്നെയാണ് അമ്മയും പറയുന്നത്. കടപ്പാട്ടൊരു വീട്ടിലേക്ക് അമ്മയും കൊണ്ടുപോയി വിടാം. അപ്പോൾ എന്തായാലും അമ്മയുണ്ടല്ലോ നിനക്ക് കൂട്ടിന്. വൈജയാണെങ്കിലും ഇവർ പറയുന്ന ഒന്നും തന്നെ അംഗീകരിക്കാതെ ഞാൻ എന്തായാലും അലീനയുള്ള ആ വീട്ടിലേക്ക് പോവില്ലെന്ന് പറഞ്ഞ് ഉറച്ചു തന്നെ നിൽക്കുകയാണ്. അയാളുമായിട്ട് ഇനി മുന്നോട്ടൊരു ജീവിതം വേണ്ട. എന്തായാലും ഞാൻ ഡിവോഴ്സിന് കൊടുത്തു. ഇനിയിപ്പോൾ ഡിവോഴ്സായി രണ്ടുപേരും പിരിയുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ വൈജ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വൈജയുടെ ഫൈനൽ തീരുമാനം എന്നോണം തന്നെ നമ്മുടെ വൈജ ഇതൊക്കെ ഗംഗാധര മേനോനെ അറിയിക്കുന്നുണ്ട്. അവസാനം കൊല്ലപ്പള്ളിയിലോട്ട് തിരിച്ചു വരുന്ന ഗംഗാധര മേനോനും അതുപോലെ തന്നെ മാലതിയും കൂടിയിട്ട് മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. ഇനി അമ്മ വേണം അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ. അമ്മ എന്തായാലും നാളെ ഞങ്ങളുടെ കൂടെ അങ്ങോട്ടേക്ക് വാ. അമ്മ തന്നെ അവളോട് ഈ കാര്യങ്ങളൊക്കെ പറയണം. ഇനിയിപ്പോൾ അവൾ ഒന്നിനും സമ്മതിക്കുന്നില്ലെങ്കിൽ അലീന ആരാണെന്നുള്ള സത്യം അമ്മ അവളോട് പറയണം. ബാലേന്ദ്രൻ ഈ കാര്യങ്ങൾ അറിഞ്ഞുവെന്ന് അവളെ അറിയിക്കേണ്ട.
ബാലചന്ദ്രനും കൂടി ഈ കാര്യങ്ങൾ അറിഞ്ഞു എന്ന് അറിയുമ്പോഴല്ലേ അവൾക്കത് ഒട്ടും തന്നെ താങ്ങാൻ പറ്റാത്തത്. എന്തായാലും അലീന ആരാണെന്നുള്ള സത്യം അമ്മ അറിയിക്കണം. അലീന താൻ പ്രസവിച്ച സ്വന്തം മോളാണെന്ന് മനസ്സിലാക്കുമ്പം അലീനയോടുള്ള ആ ഒരു വെറുപ്പും വിദ്വേഷവും ഇവള് മറക്കുമായിരിക്കും. അലീനയോട് ഇപ്പോൾ കാണിക്കുന്ന ദേഷ്യം അവളെന്തായാലും കാണിക്കില്ലല്ലോ. ഇതൊക്കെ പറഞ്ഞിട്ടും അവളുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ ഒരു മാറ്റവും ഇല്ലെങ്കിൽ പിന്നെ അവളുടെ കാര്യത്തിൽ ഇനി ഞങ്ങൾ ആരും തന്നെ ഇടപെടില്ലെന്നൊക്കെ നമ്മുടെ ഗംഗാധര മേനൻ മുത്തശ്ശിയോട് പറയുകയാണ്. നമ്മുടെ വൈജയന്തി താമസിക്കുന്ന വാടക വീട്ടിലോട്ട് ഗംഗാധര മേനൻ മുത്തശ്ശിയൊക്കെ കൂട്ടിക്കൊണ്ട് വരികയാണ് കേട്ടോ. ആ സമയത്ത് അവിടെ ബബ്ദിയും രോഹിത്തും അവർ കോളേജിലൊക്കെ പോയിരിക്കുകയാണ്. അവിടെ വൈജയൻ നോക്കുന്ന ഹോം നേഴ്സും അതുപോലെ തന്നെ അവിടുത്തെ സെർവൻറ്റ് മാത്രമേ ഉള്ളൂ. ഗംഗേട്ടൻ ഉപദേശിച്ച പോലെ തന്നെ നമ്മുടെ മുത്തശ്ശി കുറേ കാര്യങ്ങൾ പറഞ്ഞ് വൈജയെ ഉപദേശിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും വൈജ അമ്പനും വലിയനും അടുക്കാതെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അവസാനം മുത്തശ്ശിക്ക് ദേഷ്യം വന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് അലീന ആരാണെന്നുള്ള കാര്യം. അലീന 23 വർഷം മുമ്പ് നീ പ്രസവിച്ച നിന്റെ സ്വന്തം മോള് തന്നെയാണ്. കഴക്കൂട്ടത്ത് പോയി നമ്മുടെ അച്ഛൻ തന്നെ അവളെ കൊല്ലപ്പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. നമ്മുടെ അച്ഛൻ അറിയാമായിരുന്നു നീ അന്ന് പ്രസവിച്ച മോള് മരിച്ചിട്ടില്ല എന്നും അവള് കഴക്കൂട്ടത്തെ ഓഫനേജിലുണ്ടെന്നുള്ള കാര്യവും. അതുപോലെ തന്നെ അലീന എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് വന്നതും. നീ ആരാണെന്നും ഞാൻ ആരാണെന്നും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ അങ്ങോട്ടേക്ക് വന്നതും. അമ്മയും കൂടപ്പിറപ്പുകളെയും ഒന്നും കാണണമെന്ന് മാത്രമേ അവൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. അവൾ ശരിക്കും ആരാന്നുള്ളത് ആരെയും തന്നെ അറിയിക്കാൻ അവൾ ആഗ്രഹിക്കുന്നുമില്ല. വൈജയ, നീ ഒരു കാര്യം ഓർക്കണം. ഓരോ പ്രാവശ്യം നീ അവളെ ഉപദ്രവിക്കുമ്പോഴും നീ നിന്റെ സ്വന്തം മോളെയാണ് ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. നീ 23 വർഷം മുമ്പ് ജന്മം നൽകിയ ആ പെൺകുഞ്ഞ് തന്നെയാണ് അലീന. അവളും ബാലചന്ദ്രനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ബാലചന്ദ്രൻ നിന്നെ ചൊടിപ്പിക്കാനായിട്ട് വെറും ഒരു നുണക്കഥ മാത്രം പറഞ്ഞതാണ്. ഓഫനേജിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയോട് നീ മോശമായിട്ട് പെരുമാറുന്നതുകൊണ്ട് അയാൾ അവളെ ചേർത്ത് പിടിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ അയാളും അവളും തമ്മിൽ ഒരു ബന്ധവുമില്ല. അല്ലാതെ നീ പറയുന്ന പോലെ അലീന അയാളുടെ രഹസ്യക്കാരിയുമല്ല. അലീന നീ പ്രസവിച്ച നിന്റെ സ്വന്തം മോളാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും വൈജ ആകെ ഇങ്ങനെ ഷോക്കായിരിക്കുകയാണ് കേട്ടോ. വൈജയുടെ കണ്ണിൽ കൂടെ കണ്ണുനീരിങ്ങനെ ധാരധാരയായിട്ട് ഒഴുകുകയാണ്. വൈജയ്ക്ക് ആകെപ്പാടെ സങ്കടമായിട്ട് വൈജയുടെ കരച്ചിൽ തന്നെ വൈജയ്ക്ക് നിയന്ത്രിക്കാനാവുന്നില്ല. വൈജയ്ക്ക് ഇത് അറിയുമ്പോൾ ഒരുപാട് വിഷമാവുന്നുണ്ട്. വൈജയുടെ സങ്കടം മുഴുവൻ വൈജ അങ്ങ് കരഞ്ഞു തീർക്കുകയാണ്. ഞാൻ അറിഞ്ഞില്ലല്ലോ, എൻ്റെ സ്വന്തം മോളായിരുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വൈജ പൊട്ടി പൊട്ടി കരയുകയാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശി വൈജയോട് പറയുന്നുണ്ട്, വൈജയെ ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ അലീന ആരാണെന്നുള്ളത്. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു പാസ്റ്റ് നിനക്കുണ്ടെന്നുള്ള കാര്യം ബാലചന്ദ്രൻ അറിയാൻ പാടില്ല. ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതിലും വലിയൊരു പ്രശ്നമാകും. അതുകൊണ്ട് അലീന ആരാണെന്നുള്ളത് മാത്രം നീ അറിഞ്ഞാൽ മതി. അവളോടുള്ള ഈ വെറുപ്പും വിദ്വേഷവും ഒക്കെ നീ ഒന്ന് മറന്നു കളയണം. അവളെ നീ മോളെ പോലെ തന്നെ സ്നേഹിക്കണം. ഇതിൻ്റെ വെറുപ്പും വിദ്വേഷവും കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് നീ ഇവിടെ ഒന്ന് അടങ്ങിപ്പോയാൽ മാത്രം മതി. ബാക്കിയെല്ലാം ഒന്ന് കലങ്ങി തെളിയും. അതുവരെ ബാലചന്ദ്രൻ നിന്നോട് ദേഷ്യം കാണിക്കുകയുള്ളൂ. നിന്റെ അഹങ്കാരം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നാണ് ബാലചന്ദ്രൻ പറയുന്നത്. അതുകൊണ്ട് തൽക്കാലം നീ ഒരു വിട്ടുവീഴ്ച ചെയ്ത് പോകാൻ ശ്രമിക്കണം വൈജ എന്നൊക്കെ നമ്മുടെ മുത്തശ്ശി പറയുകയാണ് കേട്ടോ. അങ്ങനെ വൈജ അവസാനം അലീന ആരാണെന്നുള്ള സത്യങ്ങൾ തിരിച്ചറിയുകയാണ് കേട്ടോ. ഞാൻ പ്രസവിച്ച എൻ്റെ സ്വന്തം മോളോടാണല്ലോ ഞാൻ ഇത്രയും ക്രൂരതകളൊക്കെ കാണിച്ചത്. ഇത്രയും മോശമായിട്ട് ഞാൻ അവളെ പറയുന്നൊക്കെ ഓർത്ത് നമ്മുടെ വൈജ മുത്തശ്ശിയും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും